വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന +1 പബ്ലിക് എക്സാമിൻ്റെ ആൻസർ കീയാണ് പറയുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഓക്കെ, എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പെട്ടെന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്തെ ചോദ്യം, ഹനാൻ ലഹാം കാത്തിബത്തുൻ സൂരിയ, സിറിയൻ എഴുത്തുകാരിയാണ് ഹനാൻ ലഹാം. നിങ്ങൾക്കറിയാം, ഈ ചോദ്യം കണ്ടപ്പോൾ മിക്ക കുട്ടികൾക്കും മാർക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാവുന്നത്. എന്നാലും വൺ വേർഡിൽ ഒരു 2-3 ചോദ്യങ്ങൾ തെറ്റാനുള്ള ചാൻസ് കൂടിയുണ്ട്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. എന്ന് കരുതിയിട്ട് പേടിക്കൊന്നും വേണ്ട, അടുത്ത എക്സാമിന് വേണ്ടി ശരിക്കും പഠിക്കണം. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യന് വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്കിൽ പോലും പേടിക്കാനൊന്നുമില്ല. അറബിയാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നോക്കാം. ഹനാൻ ലഹാം കാത്തിബത്തുൻ സൂരിയ. ഇലിയ അബു മാലി ഷാഇറുൻ മഹജർ കവിയാണ് ഇലിയ അബു മാലി. ഇബ്രാഹിം നാജി ഫിദാ ഉൽ വത്തൻ എന്നുള്ള കവിത എഴുതിയത് ഇബ്രാഹിം നാജിയാണ്. അബൂബക്കർ അല്ലാഹുൻഹു ദുറാത്തുൻ സമീന. അപ്പോൾ അബൂബക്കർ അല്ലാഹുൻഹു ആണ് ഉസാമത്ത് ബിൻ സെയ്ദ് അല്ലാഹുവിനോട് വസിയത്ത് ചെയ്തത്. അപ്പോൾ ദുറാത്തുൻ സമീനയാണ് ആൻസർ. ഹാഫിൽ ഇബ്രാഹിം, കുറേ നിങ്ങൾ പഠിച്ചതാണ്. ഷാഇറുൻ നീൽ, ഹാഫിൽ ഇബ്രാഹിം എന്നറിയപ്പെടുന്ന വ്യക്തി ഷാഇറുൻ നീൽ, നൈൽ നദിയുടെ കവി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന സബബനുൽ മാ സബ്ബ അല്ലേ, എന്താണ്? 6ാമത്തെ ചോദ്യത്തിന് ഉത്തരം സബ്ബ എന്നാണ്. 7ാമത്തെ ഉത്തരം എന്താണ്? ഞാൻ ചോദ്യം പറഞ്ഞുതരാം. ലഖിയ മനോജ് ജാബിറിനെ കണ്ടുമുട്ടി ഡാഷ് മദ്രസ. ഏതാണ് ആൻസർ എന്ന് കമൻറ്റ് ചെയ്യൂ. അടുത്തത് അൽ ഉലൂമു മഅനാഹു. ഉലൂമ് എന്നതിൻ്റെ അർത്ഥം ഏതാണ്? കൊമേഴ്സാണോ, ഹ്യൂമാനിറ്റീസാണോ, സയൻസാണോ? സയൻസാണ്. ഉലൂമ് എന്നതുകൊണ്ട് ഉദ്ദേശം സയൻസാണ്. ഔഹനുൽ ബുയൂത്ത് എന്നുള്ളത് അടുത്ത ചോദ്യം, ഔസ അബൂബക്കർ അല്ലാഹുൻഹു. അബൂബക്കർ അല്ലാഹുൻഹു വസിയത്ത് ചെയ്തത് ആരോടാണ്? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിനോടാണ്. അബൂബക്കർ അല്ലാഹുൻഹു വസിയത്ത് ചെയ്തത് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിനോടാണ്. 10ാമത്തെ ചോദ്യം, ഔഹനുൽ ബുയൂത്ത് എന്നുള്ളത് മഷ്ഹൂറത്തുൻ, വളരെ പ്രശസ്തമായിട്ടുള്ള എന്താണ്? ഖിസ്സയാണ് അല്ലേ, ഒരു ചരിത്രമാണ്, ഒരു സ്റ്റോറിയാണ്. ഖറഅ മുഹമ്മദ് വായിച്ചു കിതാബിനെ അല്ലേ, ഒരു കിതാബ് മുഹമ്മദ് വായിച്ചു, ഒരു കിതാബിനെ വായിച്ചു. അടുത്തത് ഷാഹദ മുഹമ്മദ് ഫൗസാന എലാനൻ ഫി ഫേസ്ബുക്ക്. ആൻസർ ഏതാണ്? ഫേസ്ബുക്കാണ്. ക്ലിയർ അല്ലേ? നിങ്ങളൊന്ന് നോക്കട്ടെ, ആൻസർ ഇത് തന്നെയാണെന്ന് നോക്കാം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ഏതെങ്കിലും തെറ്റിയിട്ടുണ്ടോ നോക്കാം. 13ാമത്തെ ചോദ്യം, ഇഖ്റൽ ലൗഹാത്തിൽ ആത്തിയ തർജിമഹ ഇലൽ ഇംഗ്ലീസിയ. ഇംഗ്ലീഷിലേക്ക് ലൗഹാത്ത് തർജിമ ചെയ്യാനാണ്. എന്തൊക്കെയാണ് തർജിമ ചെയ്യാനുള്ളത്? അർ റജാഉ അദമുൽ ഖത്ഫിൽ അസ്ഹാർ. ദയവായി പൂക്കൾ പറിക്കരുത്. പ്ലീസ് ഡോണ്ട് പ്ലഗ് ഫ്ലവേഴ്സ്. അതാണ് ആൻസർ. ഇനി ഹാഫിൽ അലാ നലാഫത്തുൽ ഹദീഖ. കീപ് ദി ഗാർഡൻ ക്ലീൻ. ഹാഫിൽ അലാ നലാഫത്തുൽ ഹദീഖ എന്ന് പറഞ്ഞാൽ കീപ് ദി ഗാർഡൻ ക്ലീൻ. ഇനി താഴെ ഒരു ഇബാറത്ത് തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഉരീദ് ഫതാത്തൻ ജമീലത്തൻ തുനാസിബ് വലദി സാലിം. ഞാനൊരു സുന്ദരിയായിട്ടുള്ള യുവതിയെ ഞാൻ ആഗ്രഹിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ട്? എൻ്റെ മകനായിട്ടുള്ള സാലിമിന് അനുയോജ്യമായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള കുട്ടിയെ ഞാൻ ആഗ്രഹിക്കുന്നു. മിൻ അയ്യേ ഖിസ്സത്തി ഹാദി. ഇത് ഏത് ഖിസ്സയിൽ നിന്ന് പറഞ്ഞതാണ്? ഔഹനുൽ ബുയൂത്ത് അല്ലേ, ഔഹനുൽ ബുയൂത്തിൽ നിന്ന് പറഞ്ഞ ചോദ്യമല്ല അത്. ഇനി മൻ കതബത ഹാദിൽ ഖിസ്സ. ഈ സ്റ്റോറി എഴുതിയത് ആരാണ്? ഹനാൻ ലഹാമാണ്. ഹനാൻ ലഹാം കാത്തിബത്തുൻ സൂരിയ അല്ലേ, സിറിയൻ എഴുത്തുകാരിയായിട്ടുള്ള ഹനാൻ ലഹാം എഴുതിയതാണ്. മൻ ഖാലത്ത് ഹാദിൽ ഇബാറ. ഈ ഇബാറത്ത് പറഞ്ഞതാരാണ്? ഉമ്മു സാലിമിൻ്റെ ഉമ്മയാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ മാത്രം അടുത്ത പാർട്ട് നമുക്ക് നോക്കാം. താങ്ക് യു ഓൾ.